ഇടിച്ചു പിഴിഞ്ഞ പായസം റെസിപ്പി ആയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന പായസം അരി അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നുറുക്കരുതെങ്കിൽ പായസം അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഗ്ലാസ് അളവിനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഒരു 6-7 വിസിൽ വന്നാലും കുഴപ്പമില്ല. കാരണം വെന്ത് കുഴഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ലതും. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7-8 ശർക്കര, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അത് നമ്മൾ ഉരുക്കി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. അരിയും ശർക്കരയും കൂടി മിക്സ് ചെയ്താണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ നെയ്യ് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പച്ച തേങ്ങയാണ്. 3 പച്ച തേങ്ങയുടെ പാലാണ്, 2ാം പാലും 1ാം പാലും. അല്ലെങ്കിൽ നമ്മൾ 2ാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2ാം പാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമല്ലേ, അപ്പോൾ നമ്മൾ ഒന്നത് കുറുകി വരണം. അപ്പോൾ അതിനായിട്ട് ചെറിയ തീയിലിടുക, വല്ലാണ്ട് തിളക്കിയത് ചെറിയ തീയിൽ അങ്ങനെ ഇട്ട് വെച്ച് കുറുകി കഴിയുമ്പോൾ 1ാം പാലും ആഡ് ചെയ്യുന്നുണ്ട്. 1ാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തിളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നിങ്ങോട്ട് ആ ചൂടിൽ ഒന്നങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ, നമ്മൾ അവിടെ മാറ്റി വെക്കണമെന്നില്ല. ആ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നന്നായി കുറുകി കിട്ടും. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല.